പക്ഷെ ഈ സാധനം ബാധിക്കുന്ന പെണ്ണുങ്ങളെ മാത്രമാണ്. എപ്പോഴും നമ്മൾ പറയുമല്ലോ സ്ത്രീകളെ അടിച്ചമർത്തിയെന്ന്. ഇവിടെ പറയുന്നൊരു സംഭവം മൊത്തത്തിൽ സ്ത്രീകളെ അങ്ങ് അടിച്ചമർത്തിയതാണ് ആരാണ്ട്. സത്യത്തിൽ സ്ത്രീകളെ മാത്രമേ അടിച്ചമർത്താൻ പറ്റത്തുള്ളൂ. എനിക്ക് മനസ്സിലായോ? സ്ത്രീകളെ അതായത് റിലീജിയൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, റിലീജിയൻ വർക്ക് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റിലീജിയനിൽ റോളൊന്നും ഇല്ല. അവരിത് ഫോളോ ചെയ്യുക, പറയുന്ന അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആണിൻ്റെ ആണ് മതം എല്ലാം. അല്ല, ഞാനെന്നൊരു കാര്യം പറയട്ടെ. ഈ പറഞ്ഞ ആൺപിള്ളേരെ അടിച്ചമർത്തി തന്നെയാണ് ശ്രമിച്ചത്. എന്നെ അടിച്ചമർത്താൻ നോക്കിയിട്ടുണ്ട്, തന്നെ അടിച്ചമർത്താൻ നോക്കിയിട്ടുണ്ട്, വീട്ടിലടച്ചിടാൻ നോക്കിയിട്ടുണ്ട്, പഠിപ്പിക്കാനും നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം നടന്നിട്ടുണ്ട്. ഈ സാധനമൊക്കെ സിന്നാന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൺപിള്ളേരെ അടിച്ചമർത്താൻ പറ്റത്തില്ല. ആ ടെസ്റ്റോസ്റ്ററോൺ പ്രവർത്തിക്കുന്നിടത്ത് ഇത് നടക്കത്തില്ല. അത് ഇതിൻ്റെ ലെവൽ കുറഞ്ഞവർ ഏറ്റവും കുറച്ച് പോലെ ഇരിക്കും. നല്ലപോലെ ഈ സാധനം പ്രവർത്തിച്ചാൽ അപ്പൊ ആൺകൊച്ചെന്നൊക്കെ ആൺപിള്ളേരെന്ന് പറയുമ്പോ എത്ര ശതമാനം ആൺപിള്ളേർ എന്നൊക്കെ പറയേണ്ടി വരും. ഒരു പയ്യനിൽ അവൻ എത്ര ശതമാനം ആണാണെന്നൊക്കെ ഉള്ള ചോദ്യമൊക്കെ വരും. അത് ഉറപ്പായിട്ടും വരും. കാര്യം പറയട്ടെ, അതുപോലെ തന്നെ ഈ പെൺപിള്ളേരെന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ പെണ്ണായിട്ടിരുന്നിട്ട് ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുള്ള പെണ്ണുങ്ങളുണ്ട്. കുറച്ച് ആൺപിള്ളേരെ പോലെ ബിഹേവ് ചെയ്യുന്ന, ബൈക്കൊക്കെ എടുത്ത് ചുമ്മാ ഓടിച്ച് നടക്കുന്ന കൊച്ചു പെൺപിള്ളേരുണ്ട്. അവളുമാരുടെ അടുത്ത് ഈ പണി നടക്കത്തില്ല. മനസ്സിലായി? അതേസമയം ഇതിനകത്ത് ഈ അഗ്രസീവ്നെസ്, നമ്മൾ ഈ പറയുന്ന മാസ്കുലിനിറ്റി അല്ലെ അഗ്രഷൻ, ഇച്ചിരി ആങ്കർ, ഈ സാധനമൊക്കെ ഈ ടെസ്റ്റോസ്റ്ററോണുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഈ സംഭവം പ്രവർത്തിക്കുന്നിടത്ത് ആ സാധനം പ്രവർത്തിച്ചാൽ ഇത് നടക്കത്തില്ല. എന്നെ ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല, തന്നെയും പിടിച്ചാൽ കിട്ടത്തില്ല. വെറുതെ പിടിക്കാൻ നോക്കാന്നേ ഉള്ളൂ. വേറെ ഒരു പരിപാടി നടക്കത്തില്ല. കണ്ണ് തെറ്റിയാൽ പോവും, അതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഞാൻ പലപ്പോഴും ഇവിടെ സ്ത്രീകളെ പ്രത്യേകം അടിച്ചമർത്തി എന്ന് പറയുന്നിടത്ത് ചെറിയ കുഴപ്പമുണ്ട്. ഇതേപോലെ തന്നെ സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, രൂപത്തിൽ മനസ്സിലായ ഫെമിനിനായിട്ടുള്ളൊരു നേച്ചറുള്ള ഒരു മനുഷ്യൻ ആരായാലും അവരെ അടിച്ചമർത്താൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ സിസ്റ്റം എല്ലാവരോടും ഒരുപോലെ ഇടപെടുന്നത്. അത് ഇതിനകത്തൊരു തെറ്റിദ്ധാരണ ഉണ്ട് എവിടെയോ. മനസ്സിലായി? അത് പറ്റാത്തതുകൊണ്ട് നടന്നില്ലെന്നല്ല പറയുന്നത്. ഇത് പ്രത്യേകം തെരഞ്ഞു പിടിച്ച് ചെയ്യുക എന്നാണ് ഇതുവരെയുള്ള വെപ്പ്. അതിനകത്ത് എനിക്ക് ഇപ്പോൾ വിരോധമുണ്ട്. വേറെ രീതി ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നവോത്ഥാന നായകന്മാരൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു സോഷ്യൽ റിഫോമേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ വെറുതെ ഒരു കുറെ മനുഷ്യരങ്ങ് ജീവിക്കല്ലോ. അതുകൊണ്ടാണല്ലോ കൂടുതൽ ആണുങ്ങൾ തന്നെ ഇതിനകത്ത് വരുന്നേ. ഇതുപോലത്തെ ഈ യുദ്ധത്തിനും സമരത്തിനും ഒക്കെ ഏറ്റവും ആദ്യം ആണ് വരുന്നതിന്റെ കാരണം അതാ. മനസ്സിലായില്ല? അവർക്ക് ഈ സാധനം പൊട്ടിക്കാനും ചാടിക്കടക്കാനും എല്ലാ അതിർത്തിയും കടന്ന് അപ്പുറത്ത് പോകാനും നിയമം ലംഘിക്കാനൊക്കെയുള്ള ടെൻഡൻസി ഈ സാധനത്തിനാണ് ഉള്ളത്. അല്ലാതെ മറ്റേനില്ല. ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, താൻ ഈ പെണ്ണൊരുമ്പിട്ടാലെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാടോ മറ്റേതാടോ. അത് ചിലപ്പോ സ്ത്രീ ചിലപ്പോ കുറച്ച് ഫെമിനിനൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. കണ്ടാലൊക്കില്ലെന്നല്ലേ ഉള്ളൂ. അല്ല, ഇതിനകത്തുണ്ട്. ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവരുടെ ശരീര ആവശ്യം വരെ വേറെയാണോ. ടെസ്റ്റോസ്റ്ററോൺ പ്രവർത്തിച്ച് കൂടുതൽ മെയിൽ ഹോർമോൺസ് ഉള്ള ആ പെണ്ണുങ്ങള് അവര് സ്പോർട്സിലും ഒക്കെ പങ്കെടുക്കും. വേറെ സാധനമുണ്ട്, നിരന്തരമായിട്ട് ഇങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വരുന്ന ഒരു സ്ത്രീ ഗ്രാജുവലി ഭയങ്കര സ്ട്രോങ് ആവും. ഇല്ല, ആകത്തില്ല. അങ്ങനെ പ്രതിസന്ധികൾ അത് അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. താൻ ശ്രദ്ധിച്ച് നോക്കിയോ, അവർക്ക് ഈ സംഭവം ഉണ്ടാവും. അല്ലെ അവർ തരണം ചെയ്യാൻ നിൽക്കത്തില്ല. അവർ ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കും. അവർ സൈഡാവും. അവരെ വിഷമിപ്പിക്കാൻ എളുപ്പമാണ്. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ വിഷമേ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും വിഷമം കട്ടാവുമെന്ന് ഇവർക്ക് ഇല്ല. ഇതിങ്ങനെ താൻ കണ്ട അത്രയും പേരുണ്ടല്ലോ. അങ്ങനെയുള്ളവരകത്തുനിന്ന് താൻ ആലോചിക്ക്, ഒരു 50 പേരെ ആ രീതിക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 20 പേര് പുറത്തു വരും. ബാക്കി 30 താഴെ തന്നെ കിടക്കുന്നത്. അതിനകത്ത് എത്ര വിഷമിപ്പിച്ചാലും അവർ വരത്തില്ല. അവരെന്തോരം പീഡനം അനുഭവിച്ചാലും അവർ തിരിച്ചു കയറത്തില്ല. 100% അവിടെ അടിഞ്ഞു പോകും. അതാണ് യഥാർത്ഥമായ ഈ പറഞ്ഞ സാധനത്തിൻ്റെ വ്യത്യാസം. അല്ലാതെ നമ്മളെ പിടിച്ചാൽ കിട്ടാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ പെൺപിള്ളേരെ പ്രത്യേകം അടിച്ചമർത്തേണ്ട ആവശ്യമുണ്ടെന്ന്. അവർ ഓൾറെഡി കുറച്ച് കഴിയുമ്പോൾ സൈഡാവും. പിന്നെ അതിന് വണ്ടയ്ക്കോട്ട് കയറി കുറച്ച് സാധനം കൂടെ വെച്ച് കഴിഞ്ഞാൽ അവരനങ്ങാതെ അവിടെ ഇരുന്നോളും. ഇതേ സാധനങ്ങൾ ആണുങ്ങളുടെ വണ്ടയ്ക്ക് ഇത് കൂടുതൽ വെക്കുന്നുണ്ട് ഇവർ. മനസ്സിലായി? പൂട്ടിയിടുവരെ. മനസ്സിലായോ? ആ, പിന്നെയും ഇതിനെ ഭേദിച്ച് സഹിയിടുവര്. മനസ്സിലായോ? അങ്ങനെയാ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെണ്ണുങ്ങളെ അടിച്ചമർത്തി എന്ന് പറയുന്ന ഒരു സ്കൂൾ കുട്ടി തൊട്ടിങ്ങോട്ടും മണ്ടയ്ക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ശ്രമം നടന്നേക്കുന്നത് ഈ ആമ്പിള്ളേരുടെ മണ്ടയ്ക്കാണ്. എന്തെല്ലാം റെസ്ട്രിക്ഷൻ വേണം താൻ ആലോചിച്ച് നോക്കുക. എവിടൊക്കെ ചെന്ന് പൂട്ടിയാൽ കിട്ടും, പിടിക്കാൻ കിട്ടുന്നില്ല. കാരണം ഇവിടെ കളിക്കാൻ പോകരുതെന്ന് പറയും. ആരാ കേൾക്കുന്നേ? മരത്തെ കയറരുതെന്ന് പറഞ്ഞാൽ കേൾക്കുവോ? അല്ലെ അവന്മാരോടെ കൂടരുതെന്ന് പറഞ്ഞാൽ കേൾക്കുവോ? സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കുവോ? കള്ളു പിടിക്കേണ്ട സമയമാകുമ്പോൾ കൃത്യമായിട്ട് അടിക്കും. ഒരു പട്ടി അറിയത്തില്ല. കഞ്ചാവ് അടിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം അടിക്കും.
ഇപ്പൊ പിള്ളേർ എമ്മടിക്കും. ഇപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, ആണും പെണ്ണും ഒക്കെ ഏകദേശം ഇതുപോലെ ഇറങ്ങിയവരുണ്ടല്ലോ, ഈക്വൽ അല്ല ഞാൻ പറയുക. ഈ മറ്റേ ആളുകളുണ്ട്, ഈ പുറത്തിറങ്ങാൻ നിന്ന് ചാടാൻ റെഡി ആയിട്ടുള്ളവർക്ക് ചാടാൻ ഒരു ധൈര്യമുണ്ട് ഇപ്പോൾ. പിന്നെ പേരൻസും റെസ്ട്രിക്ഷൻസ് ഇത്രയും അങ്ങോട്ട് പെണ്ണുങ്ങളെ മണ്ടേ കൊടുക്കാത്തതുകൊണ്ട് അവർ ഇറങ്ങി വരുന്നുണ്ട്. അതേ ഇവിടെ നടന്നിട്ടുള്ളൂ. 90s കിഡ്സ് ഒക്കെ പാരൻസ് ആയതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം ഗുണം ഉണ്ടായിട്ടുണ്ട് സൊസൈറ്റിയിൽ. ഈ 90s കിഡ്സ് പാരൻസ് ആയി കഴിഞ്ഞപ്പോൾ ഇവർ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ മതമൊക്കെ കുറേ ആളുകൾ വിട്ടു. ഈ പെൺപിള്ളേരെ വീട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുമെന്നറിയോ? പാമ്പർ ചെയ്താ വളർത്തുന്നത്. അവൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ വീട്ടിലൊരു ചെറുക്കനുണ്ട്, അവൻ കൊള്ളരുതാത്തവനാവും, പഠിക്കാൻ കഴിവില്ലാത്തവനാവും, അവന് അടി കിട്ടും, ഇഷ്ടം പോലെ അടി കിട്ടും. ഇതെല്ലാം തകർക്കണം. അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പെങ്കൊച്ച് എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? ഇവൻ്റെ കാര്യങ്ങൾ വീട്ടിൽ വരെ ചെന്ന് പറഞ്ഞു കൊടുക്കും. നമുക്കറിയാമല്ലോ അങ്ങനത്തെ പെങ്ങന്മാരുള്ള ചില ആങ്ങളമാർ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. ഇത് പോരാത്തതിന് ഈ പെങ്ങളെ അവൻ പ്രൊട്ടക്റ്റും ചെയ്യണം. ഇതിനിടെ വരുന്ന പ്രഷർ താൻ ഓർത്തോണം. ഈ പെങ്കൊച്ച് ഓൾറെഡി ഒതുങ്ങിയിരിക്കുകയാണ്, പക്ഷെ അവിടെ ചെന്ന് ആരെങ്കിലും വളയ്ക്കുന്നുണ്ടോ കറങ്ങുന്നുണ്ടോ അതിൻ്റെ പ്രശ്നം വേറെ, വീട്ടുകാരുടെ പ്രശ്നം വേറെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെല്ലാം ഈ ഒരു രീതിയിൽ ഈ ഹോർമോൺ ഇരിക്കുന്നത് കൊണ്ട് മാത്രം സർവൈവ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അല്ലാതെ ആരും കൂടുതലായിട്ട് അടിച്ചമർത്തി എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ എനിക്ക് വിരോധമുണ്ട് അത് കേൾക്കുന്നതിന്. ഗ്യാപ്പ് കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയാമോ? അതായത് പിന്നെ ഈ പറയുന്ന പെങ്ങൾക്ക് ചെറിയൊരു പ്രേമമൊക്കെ തുടങ്ങിയത് വീട്ടിലൊരു പ്രശ്നമൊക്കെ ആയി മാറുമ്പോഴാണ് ഇവനൊരു ബ്രേക്ക് കിട്ടുന്നത്. മനസ്സിലാവുണ്ടോ? പേരൻസ് അതിനകത്തില്ലോ. വേറെ കാര്യമുണ്ട്, അപ്പോഴും ബ്രേക്ക് കിട്ടത്തില്ല. ഇതിനെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈസിയാ, പക്ഷെ ബ്രേക്ക് കിട്ടത്തില്ല. അവിടെ പ്രേമം വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? അവനകത്തെല്ലാം പോകണം. ഇവർ സമ്മതിക്കത്തില്ല. ജോഷ് സിനിമ പോലെ ഷാറുഖ് ഖാൻ നടക്കുന്നുണ്ടല്ലേ, അതുപോലെ ഈ രീതിക്ക് നിൽക്കുന്നിടത്ത് നമ്മുടെ ആൾക്കാർ മൊത്തത്തിൽ പറഞ്ഞ് തെറ്റിക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് എന്തോ പ്രത്യേക സാധനം പാക്കേജ് ഉണ്ട്, മീൻ പൊരിച്ചത് കിട്ടിയില്ല, അതൊക്കെ വേറെ സാധനമാണ്. അത് ചില വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് പൊതുവേ ഈ നാട് മുഴുവൻ ഇങ്ങനെ. ഏതെങ്കിലും ആമ്പിള്ളേർ പറയട്ടെ അവർക്ക് ഇത് അനുഭവം ഇല്ലെന്ന്. ഇത്രയും പ്രഷർ കൊടുക്കുക ആരെങ്കിലും പോട്ടെ, ഇത് കഴിഞ്ഞാൽ കുടുംബഭാരം ആരുടെ തലയിലാ? മൊത്തം സ്ട്രെസ്സ്, പ്രഷർ, സൊസൈറ്റൽ, ഫാമിലി, ഫിനാൻഷ്യൽ, എന്ത് വന്നാലും ഇതിനെ ഏറ്റവും കൂടുതൽ അടിച്ചപ്പോൾ നോക്കിയിട്ട് നടക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യാൻ തുടങ്ങി, അവർ ഏൺ ചെയ്യാൻ തുടങ്ങി, അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ഫൈനാൻഷ്യലി എന്തോ പുതിയ പിള്ളേരെ ഒന്നും സംബന്ധിച്ചിടത്തോളം ജെൻസി കിഡ്സിനൊന്നും ഈ സീൻ പോലും ഇല്ല. അവർ വേറൊരു തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പരിപാടി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവർ ന്യൂയോർക്കിലാണ് ആക്ച്വലി. മനസ്സിലാവുണ്ടോ? അവർ അവിടുത്തെ പരിപാടി പിടിച്ചിട്ടാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാഷൻ അടക്കം എല്ലാം അവർക്ക് ന്യൂയോർക്കാണ്, അമേരിക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി ഫ്രീ ആണ്. എനിക്ക് പെങ്ങൾ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഓക്കെ, എനിക്കൊരു ബ്രദറുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഓക്കെയാണ്. ലൈക്ക് പക്ഷെ അപ്പോഴും വേറെ പ്രശ്നമുണ്ടെന്ന്. അതായത് എൻ്റെ ബ്രദർ ഈ പറഞ്ഞ പോലെ പാവം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ് വീട്ടിൽ. അവൻ അങ്ങനെയാണ്, അവൻ കുഴപ്പമൊന്നുമില്ല, ഞാനാണ് കുഴപ്പം. മനസ്സിലാവട്ടോ? ഞാനാണ് എപ്പോഴും കുഴപ്പത്തിലാകുന്നത്. ഇവിടെ വേറെ കാര്യമുണ്ട്. ചിലർ പറയും ഒറ്റമക്കൾക്ക് ഭയങ്കര സംഭവമാണ്, പക്ഷെ ഒറ്റമക്കൾക്ക് അവിടെ പ്രശ്നമുണ്ട്. കാരണം താനീ പറയുന്ന ബ്രദറിനെ പോലെ തന്നെ വേറെ കസിൻസ് ഉണ്ട്, അപ്പുറത്തെ വീട്ടിൽ പിള്ളേരുണ്ട്. അതുമായിട്ട് കമ്പാരിസൺ മൊത്തം എവിടെ ചെന്നാലും കമ്പാരിസൺ വരും. അത് മുഴുവൻ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ, അത് വെറും 3 പേരേ ഉള്ളൂ വീട്ടിൽ. ഈ 2 വലുതുങ്ങൾ നമ്മളെ പല രീതിയിൽ ഇങ്ങനെ എടുത്തു വളർത്തിയാന്ന് പറയുന്നു. കാണാൻ ലുക്കില്ലാത്തതുകൊണ്ട് കറുത്തുപോയി, നിങ്ങളെപ്പോലല്ല, ഞങ്ങൾ 2 വെളുത്തിരിക്കുന്നു, നീ മാത്രം എന്തെങ്കിലും വേളാങ്കണ്ണി പോയപ്പോൾ കിട്ടിയതാന്ന്. ഞാൻ കുറച്ച് നാൾ വിചാരിച്ചു എന്നെ വേളാങ്കണ്ണിയിൽ ഇവർ പോയപ്പോൾ അവിടെ അമ്മാന്ന് വിളിച്ചപ്പോൾ കൊണ്ടുവന്നാന്ന്. പിന്നെ ഞാൻ ഓർത്താ എന്തെല്ലാട്ടെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കിടക്കുന്നതിൽ എളുപ്പമാണല്ലോ, ഇവിടെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ കൂടി. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്നേ. ഒറ്റയ്ക്കായാലും പ്രശ്നമാണ്. എല്ലാം ഒരു ബ്രദർ ഉണ്ടാകുന്ന ഞാൻ ആലോചിച്ച് ഇവന് ഒരുത്തിനോടുണ്ടാകുന്ന നമുക്ക് അവനെ കൂടെ കൂട്ടി ഇവരെ വല്ലതും ചെയ്യാമെന്ന്. മനസ്സിലായോ? ഇത് ഒറ്റയ്ക്ക് വിട്ട് പറ്റത്തുമില്ല. എനിക്ക് ആരോഗ്യം, ഞാൻ പറഞ്ഞില്ലേ ആടുതോമയുടെ പരിപാടി ഒന്നും നടക്കുന്നില്ല, എനിക്ക് ആരോഗ്യമില്ല. മനസ്സിലായില്ലേ? എനിക്ക് സൈസ് ഇല്ലാത്തതുകൊണ്ട് അടി കിട്ടാതെ പോയ ഒത്തിരി പേരുണ്ട്. വീക്ക് തോമ ആടല്ലേ ഇത്. ഇതിനെന്ത് പറയും? ഒരു പരിധി പക്ഷികളിൽ വല്ല ലോല പക്ഷികളുള്ള അതിൻ്റെ പേര് പറയണം, വല്ല തോമയെന്ന് വല്ല ഇടേണ്ടി വരും. പക്ഷെ ആടിന് അത്ര വലിയ സ്ട്രെങ്ത് ഉള്ള ജീവിയൊന്നുമല്ല. അതിന് നത്തോലി തോമയെന്നോ
ഈ ഓരോ ജില്ലകളെ ആസ്പദമാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ മനുഷ്യരുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ പറയാറില്ലേ? ഇപ്പോൾ കൊല്ലത്തുള്ളവരിങ്ങനെയാണ്, മറ്റിടത്തുള്ളവരിങ്ങനെയാണ്. ഈ സാധനം വരുന്നത് ഇത് ഈ ലാൻഡ്സ്കേപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ്. അതായത് മനുഷ്യർക്ക് ഒരു സ്ഥലം, ആ സ്ഥലത്ത് സാമ്പത്തികമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി, സാമ്പത്തികമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ വളർച്ച, ഇത്തരം കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു സമൂഹം മൊത്തത്തിൽ ഫോമായി വരുന്നത് ആണല്ലോ. അവരുടെ ഒരു സോഷ്യൽ സെറ്റപ്പൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒന്നുമില്ല, പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാത്തൊരു നാട്ടിൽ, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണ്, പ്രൊഡക്ഷൻ ഇല്ല ഇവിടെ. നമുക്കറിയാമല്ലോ, എല്ലാം നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം. അല്ല പറയാണ്, അതായത് ഈ പറയുന്ന പ്രൊഡക്ഷനും ഇല്ലാത്ത നാട്, ഒന്നുമില്ല ഇവിടെ, ഒന്നും ചെയ്യാനില്ല, ഗൾഫിലൊക്കെ പോയി പൈസയൊക്കെ ഉണ്ടാക്കി വന്നിട്ടുള്ള കലാപരിപാടി അവിടെ നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ ഈ കുറേ മനുഷ്യർ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര പിന്നോക്കം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവിടെ സർവൈവ് ചെയ്യേണ്ടതുണ്ട്. സർവൈവ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ചിലപ്പോൾ അവർ മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടെത്തും സർവൈവ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് അവർ മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടെത്തി റവന്യൂ ഉണ്ടാക്കാൻ നോക്കും. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വേറൊരാളുടെ കയ്യിലിരിക്കുന്ന പൈസ എങ്ങനെ നമ്മുടെ കയ്യിൽ വരുത്താം എന്നൊക്കെ ഉള്ളതായിരിക്കും ചിന്ത. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിന് ചിലപ്പോൾ ഫ്രോഡായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ബിസിനസ്സിനകത്ത് ഫ്രോഡ് കയറ്റും. മൊത്തം അങ്ങനെ പരസ്പരം പറ്റിക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഏത് ഈ മണി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി, തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, മറ്റേ പൈസ കൊണ്ടുപോയിട്ട് എവിടെയോ കൊണ്ടുപോയി ഇട്ടിട്ട് 5 ലക്ഷം രൂപ പോയി. എന്നിട്ട് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, തംസപ്പ് കൊടുത്തു, പൊക്കോളാൻ പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല, സൈബർ സെല്ലിനൊന്നും ഇനി അതൊന്നും ചെയ്യാനൊന്നുമില്ല. മയിലെന്ന് പറഞ്ഞാൽ തീർന്നു. അത് പോട്ടെ. അപ്പം ചക്കയെന്ന് പറഞ്ഞാൽ വിളിപ്പിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഒരു സമൂഹം ബിൽഡായി വരുന്നതിനകത്ത് ഈ പറയുന്ന സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണമാണ്. വെതർ ഒരു കാരണമാണ്. ക്ലൈമറ്റ് ഇതിപ്പോൾ എവിടെ ആണേലും, ലോകം മുഴുവൻ എടുത്താലും ഇതിനകത്തുള്ള പ്രശ്നം ഇത് മനസ്സിലായില്ലെന്ന് വിചാരിക്കുക. ഇതുങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നോ അല്ലെ ഒന്നും പിടികിട്ടാതെയാണല്ലോ നമ്മൾ ഇത്ര നാളും ജീവിക്കുന്നത്. ഇതിനകത്ത് ഈ ഏറ്റക്കുറച്ചിലുണ്ടെന്ന് പോലും അറിയത്തില്ല എന്ന്. ഒരാണിൻ്റെ രൂപത്തിലുള്ള ഒരാൾ കുറച്ച് സ്ത്രൈണമായിട്ട് ഇടപെട്ടാൽ അതിനെ ചീത്ത വിളിക്കുന്ന പരിപാടിയൊക്കെ നടത്തിയിട്ടുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ കൂടുതൽ ഈ സാധനം കുറച്ച് മൂത്ത് പോയെന്ന് വിചാരിക്കും. അവനിച്ചിരി വില്ലനായി പോയാൽ അത് ടോക്സിക് ആയിപ്പോയി അല്ലേ സംഭവം. പക്ഷേ ഞാൻ പറഞ്ഞത് എവിടെയാണെന്നറിയോ, ഇത് തുടങ്ങുന്നൊരു സമയമുണ്ട്. നമുക്കെല്ലാം ഈ ജെൻഡർ മാറ്റി വരിക, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നിടത്തും പ്രതികരിക്കുന്നിടത്തും എല്ലാം വരിക. അപ്പോൾ ഇങ്ങനൊരു സാധനം നിൽക്കുന്നിടത്ത് ഈ സംഭവം നടക്കാൻ പറ്റാതെ പതുക്കെ ഗ്രാജുവലി നമ്മൾ വലുതാവുക ചെയ്യുന്നു ഇവിടെ. മനസ്സിലായി? എന്നാൽ മറ്റവരെ കൺസിഡർ ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതിനെ ഇങ്ങനെയോ ഇത് വരുന്നത് ഇങ്ങനെയാണ്, അല്ലാതെ ആരും മനഃപൂർവ്വം ഒന്നും ചെയ്യണ്ട. പക്ഷേ മനഃപൂർവ്വം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പറഞ്ഞ അപ്പുറത്തിരിക്കുന്ന ആളെ കൺസിഡർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളത്. എനിക്ക് മനസ്സിലായി. നാച്ചുറലി നമ്മൾ പുറത്ത് ആടി വരാം, നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് ഇതേപോലെ കിടക്കുന്നവരെ പറ്റി നമ്മൾ അതുവരെ ആലോചിച്ചിട്ടില്ല. താനും ആലോചിച്ചിട്ടില്ല, ഞാനും ആലോചിച്ചിട്ടില്ല. ഇവനെ വേദനിപ്പിക്കുക, അവൻ എന്തിനാട്ടോ നമുക്ക് എന്താണെന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ സാധനം അവിടെ ഉണ്ട്. നമ്മളും ചിലപ്പോൾ അവരെ ഉപദ്രവിക്കും, ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി ഉപദ്രവിച്ചെന്ന് വരും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. കൺട്രോൾ ചെയ്യാമെന്നല്ല, നമുക്കത് നിർത്താൻ പറ്റും. ഞാൻ ആ പരിപാടി നിർത്തിയിട്ട് ഏകദേശം കുറേ വർഷമായി. കാരണം എനിക്കറിയാം ഇവർക്കൊരു ചെറിയ വീക്കെന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ ആ ഒരു ഏരിയ ഒരു ഏരിയ അത്രേ ഉള്ളൂ. അവർ പക്ഷേ വേറെ ചില കാര്യങ്ങൾ ഭയങ്കര കഴിവുള്ളവരല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഇവർ സ്ത്രീയാണ്, മറ്റേ ബബില സ്ത്രീയാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഇവരൊക്കെയാണ്. മനസ്സിലാകുന്നുണ്ട്? അത് നമ്മളാ ഈ ജെൻഡർ സാധനം മനസ്സിലാക്കിയില്ല, അല്ലെ അവരോട് അങ്ങനെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അവർ നമ്മളോട് സഹകരിക്കത്തില്ല. എന്നോട് ഈ പെണ്ണ് പറഞ്ഞേക്കുന്നത് എനിക്ക് ഈ ജെൻഡർ മറ്റേ മെയിൽ ഈഗോ ഇല്ലെന്ന്. മനസ്സിലാകുന്നുണ്ടോ? മെയിൽ ഈഗോ ഇല്ലാതാക്കാനും പറ്റും. നമുക്ക് ഉണ്ടാകുന്നു. എനിക്കിത് പണ്ടുണ്ടാകുന്നു. അന്ന് ഞാൻ മോഹൻലാലിനെ ഇഷ്ടമാണ്. എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമല്ല, മോഹൻലാലിന്റെ പന്നപ്പടമൊക്കെ ഇഷ്ടമാണ്. അതെ അതെ. ഈ തെണ്ടിത്തരം ഇവനൊക്കെ കൂടി ഇങ്ങനെ കാണിച്ച് നമ്മളെ എന്റർടൈൻ ചെയ്യും. ഇപ്പോഴും ഈ സാധനമൊക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ട്, ആ ലെവലിൽ നിൽക്കണം. അത് കടന്നുപോയാൽ പിന്നെ നമുക്കിത് ഇഷ്ടപ്പെടത്തില്ല, പിന്നെ ഇഷ്ടപ്പെടത്തില്ലത്. അവിടെയാണ് വ്യത്യാസം ഇരിക്കുന്നത്. അത് അങ്ങനെ ആക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ, നീ ഊമ്പിപ്പോവും. അല്ല, തനിക്കെന്ത് തോന്നുന്നു? അല്ല, ശരിയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ മനുഷ്യരെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മൾ മനുഷ്യന്മാരെ മനസ്സിലാക്കുന്ന ഒരു പരിപാടി. ഇപ്പം അപ്പുറത്ത് നിൽക്കുന്നത് വേറൊരു മനുഷ്യനാണെന്ന് ഈ പറഞ്ഞ പോലെ ഈ ജെൻഡർ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു
പോട്ടെ, അത് പോട്ടെ. ജെൻഡർ ഐഡൻറ്റിറ്റി ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഇപ്പോൾ ഒരാൾ മനസ്സിലാക്കുന്നതാണ്, അയാളുടെ ന്യൂറോ പരിപാടിയാണത്, അയാളുടെ തലയ്ക്കകത്ത് അയാൾക്ക് തോന്നുന്നതാണ് അയാളുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ആ സാധനം മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 2 കൈയും കാലും ഉള്ള ആളാണ് എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 2 കൈയും കാലും ഉള്ള, കാല് കുത്തി നടക്കുന്ന ജീവിവർഗമാണ് മനുഷ്യൻ. ഇപ്പോൾ കൈയും കാലും ഇല്ലാതെ ജനിച്ചാൽ മനുഷ്യനല്ലെന്ന് പറയുന്ന പോലെയാണത്. അതായത് അയാൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, മനസ്സിലുണ്ടോ? അയാളൊരു സ്ത്രീ ആയിട്ടാണ് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്, അതങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. അതെന്തവർക്ക് ഇവിടെ ഇപ്പം ട്രംപ് പറഞ്ഞേക്കാണ്, ട്രംപ് പറയാണ് ലോകത്ത് 2 അമേരിക്കയിൽ 2 ജെൻഡർ ഉള്ളൂ, അത് ആണും പെണ്ണും എന്ന്. ഇതുപോലൊക്കെ പറയണമെങ്കിൽ ഇതും ഈ ഇന്ത്യയിൽ മോദിക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. വേറെ ലോകത്ത് വേറെ ആരെങ്കിലും ഇതൊക്കെ പറയുമെന്ന് എനിക്ക് ഡൗട്ടാണ്. മാർപ്പാപ്പയ്ക്കും ചെറിയ എനിക്കറിയില്ല, അടന്നോ ട്രംപ് ഇപ്പോഴും എന്തുവാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം അതുമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ പക്ഷേ ഞാൻ തനിക്ക് മനസ്സിലായില്ലേ, അതായത് ഇവിടെ ഇത് ജെൻഡർ വൈസ് ആണ്, എന്തോ പുരുഷന്മാരല്ല ഇവിടെ അടിച്ചമർത്തിയതാണ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്താൻ ഈ പുരുഷൻ എല്ലാവരെയും ശ്രമിക്കുന്നുണ്ട്. അതിന് അയാളെക്കാൾ താന്ന എല്ലാ സാധനത്തിനും ഇവരാണ്. അതായത് മെയിൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിൽ ഷോനിസ്റ്റ് എന്നോ അല്ലെങ്കിൽ മറ്റേ മസ്കുലിനിറ്റി കൂടിയതെന്നോ കുറഞ്ഞതെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എപ്പോഴും ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താത്തിയെ നിർത്തത്തുള്ളൂ. എല്ലാവരും വലിയ പുള്ളി ആവാനായിരിക്കുന്നത് ഇവിടെ, മനസ്സിലായി, രാജാവാകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് ഇത് ജെൻഡർ വൈസ് ആണ്, ഇത് ആണും പെണ്ണും ആണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് അവിടെയാ തെറ്റുന്നത്. അത് മാറ്റേണ്ട സമയം കഴിയുന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അങ്ങനെ അല്ല ഇത് കാണണ്ടേ. ഇത് ഇനി വേണ്ട, ഈ സുപ്പീരിയോറിറ്റി വേണം എന്നാഗ്രഹിക്കുന്നത് ഏത് ജെൻഡർ ആണേലും അത് ക്യാരക്ടറാണ്, മനസ്സിലായില്ല. അയാൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഹോർമോണലാണ് കൂടുതലും, അയാൾക്ക് അങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി വേണമെന്ന് പറഞ്ഞാൽ ഒരാൾ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് താഴെ അടിച്ചിടാൻ ഇഷ്ടം പോലെ വരെ കിട്ടും. തന്നേക്കാൾ സൈസ് കുറഞ്ഞ ആളെ തനിക്ക് തീർച്ചയായിട്ടും അടിക്കാൻ പറ്റും. ചുമ്മാ തല്ലിയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അയാൾക്ക് തിരിച്ച്. അപ്പം അങ്ങനെ ഫിസിക്കലി നടക്കും, മെൻ്റലി നടക്കും, ഫിനാൻഷ്യൽ എന്ത് രീതിയിലാണല്ലോ ഒരാൾ ഇങ്ങനെ ആവാൻ ശ്രമിക്കുന്നിടത്താണ് കുഴപ്പമിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് ജെൻഡറിലിടൂ. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇവർ ഈ ജെൻഡർ വാർ ഉണ്ടാക്കിയിട്ട് എന്താ കിട്ടാൻ പോകുന്നത്. കുറച്ച് പേർക്ക് ഇതിനകത്തൊന്നും വല്ലതൊക്കെ കിട്ടുമായിരിക്കും അല്ലേ, വല്ല ബെനിഫിറ്റ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അല്ലാതെ എന്തുകൊണ്ട് ഇവർ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി മാറ്റി പിടിക്കുന്നില്ലെന്നുള്ള പിടി കിട്ടുന്നില്ല. ഞാൻ ഇനിപോലെ ഇങ്ങനെ പറയത്തില്ല, അതിനകത്ത് ജെൻഡർ ഇല്ല, ഈ സംഭവത്തിനകത്ത് ജെൻഡർ പറയാൻ കൊള്ളത്തില്ല. ഇത് അങ്ങനെ ഉണ്ടാകുന്ന അല്ല ജെൻഡർ ഉണ്ട് ഇതിനകത്ത്. അത് ജെൻഡർ വേറെ തരത്തിലുണ്ട്. അതെന്താന്ന് അറിയാമോ അത് അങ്ങനെ പറയണത്? അതായത് ഇപ്പോൾ സ്ത്രീകളെ ഒരു കാറ്റഗറി ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. സ്ത്രീകളെ, അതായത് പുരുഷന്മാർ തമ്മിലുള്ള മറ്റേ അകത്ത് നടക്കുന്ന ഒരു വാറുണ്ട്. ഇപ്പൊ ഞാനാണോ താനാണോ മിടുക്കൻ എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി ഒരു സൈഡിൽ നടക്കുമ്പോൾ സ്ത്രീകളെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾ അവിടെ സ്ത്രീകളെ മൊത്തത്തിലാക്കിയിട്ടില്ലെന്ന്. സ്ത്രീകൾ എത്രയോ പേര് ഈ പറഞ്ഞ ഒരു സാധാരണക്കാരനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളില്ലേ, അവരെ താത്തിയില്ല കാണുന്നത്. അതുണ്ട്. അതേസമയം എവിടെ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞാൽ ജെൻഡർ അല്ല സാധനം. വേറെ എന്തെല്ലാം തരത്തിലുള്ള ഇക്വാളിറ്റി നടക്കണം? കുട്ടികളുടെ നേരെയുള്ള സാധനങ്ങളോ? എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഒരു ഇപ്പൊ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ എക്സ്പോഷർ ഇവിടെ ഉള്ള മറ്റേ ലെസ്ലി ചേച്ചിക്ക് കിട്ടൂല. മനസ്സിലാവുണ്ടോ? ഈ സാഹചര്യം ഉണ്ടല്ലോ, ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ഇപ്പൊ അങ്ങനെ മെയിൻ സ്ട്രീമിലോട്ട് വരുന്ന സ്ത്രീകൾ വരുന്ന സ്ഥലം ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള നല്ല ഒരു പവർഫുൾ ആയിട്ട് വരുന്ന ലേഡി ഉണ്ടെങ്കിൽ അയാൾ ഇപ്പം അംബാനിയുടെ ഭാര്യയും മോളും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്നെക്കാളും തന്നെക്കാളും ഒക്കെ പവർഫുള്ളുമാണ്. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർ നമ്മളെക്കാളും പവർഫുൾ ആണ്. അപ്പൊ അതിനകത്ത് എവിടെ ജെൻഡർ? എനിക്ക് അവരെ എങ്ങനെ എന്റെ ജെൻഡർ വെച്ചിട്ട് അവരെ അംബാനി ഇല്ലെങ്കിലും ഇനി അംബാനി മരിച്ചു പോയാലും എന്ത് ചെയ്യും? അപ്പോൾ അവർ അതേപോലെ അപ്പോൾ എനിക്കും തനിക്കും അവരൊക്കെ വലുതാകാൻ പറ്റും. ഇല്ലില്ല, അല്ലല്ല, അംബാനി അല്ലത്. അത് അംബാനി അല്ലല്ലോ, അംബാനി ഇല്ല. ഈ പറഞ്ഞ അംബാനി മരിച്ചുപോയി, അവരുടെ ബാക്കിയുള്ളവരുടെ കാര്യം ഇത്. അംബാനി എന്നല്ല, ആ പവർ മണിയാ. ഇല്ലില്ല, അത് മണിയാ. ഇനിയിപ്പോ അവര് മരിച്ച് ഇയാൾ ഉണ്ടാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അയാള് കാശില്ലാതെ അയാൾ നമ്മളെ താഴെ വരും. എടോ അല്ലടോ, ഇതൊക്കെ പവർ നിൽക്കുന്ന പോലെ ഇരിക്കും. പവർ പൈസയുടെ പവർ ആവാം, അതാണ് മെയിൻ. അതിന് താഴോട്ട് നോക്കിയാൽ മതി. അവിടുത്തെ ഇക്വാളിറ്റി അല്ലെ ഇങ്ങനത്തെ ഏരിയയിൽ ഒന്നും നോക്കാത്തൊരു പ്രത്യേകത ഇക്വാളിറ്റി ജെൻഡറെ കൊണ്ട് അടിച്ചു വെച്ചിട്ട് ഇത് മറ്റേതാക്കിയതാണ് മറിച്ചാക്കിയെന്ന് പറഞ്ഞൊരു പേഴ്സ്പെക്റ്റീവ് ഇറക്കി വിട്ടിട്ട് തനിക്ക് മനസ്സിലാകും ഇതിനകത്ത് കുഴപ്പമുണ്ട്. എനിക്കിത് കുറച്ച് നാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വർത്തമാനങ്ങളൊന്നും ശരിയല്ല പലരുടെ. ഇവർ പലതും ഒഴിവാക്കിയിട്ട് ഇതിനകത്ത് അന്ന് തൊട്ട് ഇങ്ങനെയാണ് മറ്റിടത്തോട്ട്, ഇതൊരു കാലഘട്ടത്തിന് മുന്നേ വരെ ഇല്ലാത്തൊരു സംഭവമാണ്. ഈ റിലീജിയൻ കുറച്ച് ഹോൾഡായി കഴിഞ്ഞിട്ട് ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഇതിനിടയിൽ ഒരു എത്ര വർഷമായി കാണും, ഇപ്പോൾ ഒരു
200, 300 അല്ല 500 വർഷം എടുക്കാം. ഈ 500 വർഷത്തെ ഗ്യാപ്പ് ഇല്ല നടന്ന സംഭവം വഴിയുള്ളൂ. ആയുർദൈർഘ്യം 30 വരെയുള്ള മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കത്തില്ല. ജെൻഡർ പ്രശ്നം നടക്കത്തേ ഇല്ല. അവരുടെ നീഡ്സും അവരുടെ നോളജും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസും അവരുടെ സൊസൈറ്റിയും എല്ലാം വേറെയാണ്. പൈസ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, തീയൊക്കെ പിന്നെ പോട്ടെ, തീയൊക്കെ ഒത്തിരി പഴയതാണ്. ഇതിനൊക്കെ മുമ്പുള്ളൊരു മനുഷ്യന് 30 വയസ്സ് മാത്രം ജീവിച്ചിരിക്കുമ്പോൾ ഈ ജെൻഡർ പ്രശ്നം വരത്തില്ല. അവർക്ക് അറിയത്തോലും ഉണ്ടാകത്തില്ല. അവരിതിനെപ്പറ്റി ചിന്തിച്ച് പോലും കാണത്തില്ല. ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്ത് കുറച്ച് കൊച്ചുങ്ങളുണ്ടെങ്കിൽ അവരങ്ങ് നടന്നു പോയി. അത്രയേ ഉള്ളൂ. ഇത് വന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു പെർസ്പെക്റ്റീവാണ്. അതോ ആ മെയിൻ ആ മതത്തിന്റെ കയ്യിലോട്ട് ഈ സാധനം കൊടുത്തിട്ട് അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ പഠിച്ച് ആ കുറച്ച് നാളത്തെ പ്രശ്നം ഇത് ഇപ്പൊ കുറയ്ക്കണം. ഇത് വെട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വെട്ടണം, അല്ലാതെ ഇവിടെ കിടന്ന് ബാക്കിയുള്ളതൊന്നും കളിച്ചിട്ട് ഒരു കാര്യം. മതം ഉപേക്ഷിച്ചാലേ ഇത് ശരിയാക്കും. അല്ലാതെ ഇതിനകത്ത് ആണെ പെണ്ണ് വ്യത്യാസം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മതം ഉപേക്ഷിച്ചാൽ ഈ സംഭവം ക്ലിയർ ആവും. മതം എന്ന് പറയുന്ന സാധനം പഠിക്കരുത്, അറിയരുത്, പ്രാക്ടീസ് ചെയ്യരുത്. ഈ മതം ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ നിരീശ്വരവാദി ആകുന്നു, അല്ല പ്രാക്ടീസേ ഇല്ല. അല്ല ഞാൻ പറയാം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മതം വിട്ടവരും നിരീശ്വരവാദികളായിട്ട് ജീവിക്കുന്നവരും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇവരുടെ പാർട്ട്ണറിനെ ഈക്വലായിട്ട് കാണാൻ പറ്റുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. മതം വിടുന്നതും അതാ പറഞ്ഞത്. അതായത് മതം വിടുകയും ദൈവത്തെ തള്ളി പറയുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് യുക്തി ഉപയോഗിക്കാൻ പറ്റണമെന്ന് ഒരു നിർബന്ധമില്ല, യാതൊരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞത് ഈ ജനറേഷൻ അല്ല, ഇനി വരുന്നത് അറിയാത്തൊരാൾ വരുക. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. നല്ല ഊമ്പിയൊരു പാട്ടാ. അത് ഏതോ പേടിച്ചിരുന്ന് പാടിയ പോലെ ഉള്ളൂ. അല്ല വേറെ ഈ വരുന്ന തലമുറ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് താമസിക്കത്തുള്ളൂ. ഈ ഊളകളെ പോലെ ആയിരിക്കത്തില്ല. എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ ഒഴിവായി. ഇപ്പൊ കുറച്ച് ഭംഗിയായി ഗ്ലോബൽ വാർമിംഗ് ഒക്കെ മാറ്റാൻ പോവുക. അതൊക്കെ മാറുകൂടോ. ഇനിയിപ്പോ ഈ പൊല്യൂഷൻ കുറയ്ക്കുക, ഇലക്ട്രിക് സാധനം വന്നു കഴിയുമ്പോഴത്തേക്കിന് ആ പ്രശ്നം തീരുക. ഓസോൺ പാളികളൊക്കെ അടഞ്ഞു. കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ, കുറച്ച് ഗ്രീനായി മാറും. ഇനി മുന്നോട്ട് പോകുന്നു. അതല്ല, ഇതെല്ലാം മാറും. കാരണം എന്നാന്നറിയോ, ഇനി ഈ സാധനം ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടി ആൾക്കാർ പഠിച്ച് വേസ്റ്റ് ഡിസ്പോസലും മാനേജ്മെന്റ് ഒക്കെ ഇപ്പോഴും ആദ്യമായിട്ട് പഠിക്കുന്നത്. അത് കറക്റ്റ് ആവാൻ പോവുക, ആയുസും കൂടാൻ പോവുക, കുറച്ചുകൂടി നല്ല സൊസൈറ്റികൾ ഉണ്ടാകാൻ പോവുക. നേരത്തെ ഉണ്ടാകുന്ന പല ബൗണ്ടറീസും ഇന്നില്ല എന്ന് പറയുന്നിടത്തും യുദ്ധങ്ങൾ കുറഞ്ഞെന്ന് പറയുന്നിടത്തും നല്ലതായി. അപ്പൊ പുതിയ തലമുറ ബെറ്ററാ. ഇനി വരുന്ന തലമുറയെ കുറിച്ച് ഇവരൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഊമ്പിയ ആൾക്കാരെ അതേ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ മോശമാകാൻ സാധ്യത കുറവാണ്. കാരണം അങ്ങനെ ഉണ്ടായി ഇതിന്റെ അതിലും പണ്ട് കാട്ടിക്കിടന്നവരാ ഭയങ്കര ഭംഗിയുള്ളവരൊന്നും നമ്മൾ പറയുന്നത് തെറ്റാ, മണ്ടത്തരാ. ഇന്നിരുന്നത് പറയാൻ കൊള്ളത്തില്ല. കാരണം നമുക്ക് ഇത്ര ആയുസൊക്കെ ആയി, നമ്മൾ ഇത്ര നല്ല കംഫർട്ടബിൾ ആണ്, ഏസിക്കകത്തൊക്കെ ഇരിക്കുന്നത്. എന്നിട്ട് പാട്ട് പാടും. ഇനി വരുന്ന തലമുറയ്ക്ക് എന്തോ പറ്റും. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോഴും മറ്റേ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മുമ്പുള്ളതായിരുന്നു നല്ലത്, പഴയതൊക്കെ സൂപ്പർ ആയിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉള്ളത്. മനസ്സിലാട്ടോ? പഴയത് പക്ഷെ ഒരു സ്ഥലം വരെ എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പഴയതുണ്ടല്ലോ, കാട്ടിലെ പഴയത് അതെടുക്കില്ല. അത് വേണ്ട. ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടുള്ള പഴയത് അത് മാത്രം എടുത്തിട്ട് അത് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറയും. അങ്ങനത്തെ ടീമാണ് ഇവിടെ നടക്കുന്നത്. ഈ മതം അറിയാതെ ജനിച്ച് വളരുന്ന ഒരാൾക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട്. മനസ്സിലായില്ല? ഇപ്പോൾ ഈക്വലായിട്ട് കാണാൻ പറ്റുമോ? പാർട്ണർ ആര് എന്ത് കാണിച്ചാലും നമ്മളെ വിഷയമാകത്തില്ല. നമ്മളിങ്ങനെ ഇത് മനസ്സിലാക്കി അത് മതം ഇല്ലാത്തൊരാൾക്കേ പറ്റത്തുള്ളൂ. മതം പ്രാക്ടീസ് ഇല്ലാത്തൊരാൾക്ക്, മത കഥകൾ അറിയാത്തൊരാൾക്ക്, ആ പുസ്തകം അധികം കണ്ടിട്ടില്ലാത്തൊരാൾക്ക് തീർച്ചയായിട്ടും പറ്റും. എനിക്ക് 90% പറ്റും. മനസ്സിലായി? ചില 10% ഉള്ളത് ഈ സൊസൈറ്റിക്കകത്ത് കിടന്നിട്ട് നമ്മൾ കളിച്ച് വളർന്നതിനിടയ്ക്ക് ആ സാധനമേ ഉള്ളൂ. അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ആരും. പഠിക്കാൻ നിന്നിട്ടില്ല. പഠിക്കാൻ ഭയങ്കര മോശമായതുകൊണ്ട് നടന്നു പോയതായിരിക്കാം. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭയങ്കര പ്രശ്നമാണല്ലോ. ഒരു സമയത്തിന് ശേഷം എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, പറയാൻ പോലും. അപ്പോൾ ഞാനൊരു സഭയിലിരിക്കുക, ഒരു സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുക, കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ. അപ്പോൾ ഇങ്ങനെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു ബോളിവുഡ് നടിയുടെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു നടിയാണ് പ്രീതി സിൻറ്റ. ഒരു സൈഡിൽ ഡിംപിളൊക്കെ ഉണ്ട്, ഹൈറ്റ് കുറവാണെങ്കിലും സുന്ദരിയാണ് എന്ന് പറഞ്ഞു. ഇതായിരുന്നു എൻ്റെ ഡയലോഗ്. ഓക്കെ, അപ്പം തന്നെ അപ്പുറത്തുനിന്ന് ഒരു സാധനം ഡിഷ്കിയാവും തന്നു. എന്താ അതെന്ത് വർത്താനോടോ താനാ പറഞ്ഞത്?
ഹൈറ്റ് കുറവാണെങ്കിലും എന്ന് പറയുമ്പോൾ ഹൈറ്റ് കുറവിന് എന്തോ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോഷ്യലി നമ്മൾ പഠിച്ചു വരുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇത് അറിയാതെയൊക്കെ വായിന്ന് വരും. നമ്മളിത് മനഃപൂർവ്വം ഒരാളെ ഇകഴ്ത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയോ അങ്ങനെ അല്ലത്, മനസ്സിലാവുണ്ടോ? പക്ഷെ അത് ചാടിപ്പിടിച്ചപ്പോൾ ചിലപ്പോൾ അതുമായിരിക്കും. ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ ആ സാധനം അറിയാതൊക്കെ വരുന്ന ഒരു വലിയ കാര്യമാക്കണ്ട. ബുദ്ധിജീവികളങ്ങ് കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഇവിടുത്തെ കേരളത്തിലെ ബുദ്ധിജീവികളൊക്കെ. ഈ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞവന്മാരെ പിടിച്ച് ഒരു അരമണിക്കൂർ ഇരുത്തിയ പകുതി പ്രശ്നം അവൻ്റെ തീർത്ത് കൊടുക്കുക. ഇരുന്നിരിപ്പിത്തീരും, ഞാൻ ഉറപ്പ് പറയാം. കാരണം ഇവന്മാർ പകുതി എണ്ണം ഫേക്കാന്നേ. കുറേ വായിക്കും കുറേ ഇരുന്ന്, എന്നിട്ട് അതൊക്കെ വായിച്ചിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ വായിക്കുന്ന പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ആരുടെയെങ്കിലുമൊക്കെ ഫിലോസഫിയോ അല്ലെ അത്ര സാധനമായിരിക്കും. ഇത് സയൻറ്റിഫിക് ഒന്നും ആണോ നിർബന്ധമൊന്നുമില്ല. ഇവർ പലരും അത്ര സയൻറ്റിഫിക് ഒന്നും അല്ല, മനസ്സിലായി? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ഇവരതല്ല പിടിക്കുന്നത്. സയൻറ്റിഫിക് ആണെന്നുള്ള തരത്തിൽ ഈ പറഞ്ഞ മറ്റേ എന്തായാലും പറയണ ആന്ത്രോപോളജി അല്ലേ, ഈ പഴയകാല സാധനങ്ങൾ പറയുന്നത് ഇത് സയൻറ്റിഫിക് ആണ്, ഹ്യൂമൻ ഹിസ്റ്ററി ഇങ്ങനെ ആണെന്നുള്ള പോലെ. ഹ്യൂമൻ ഹിസ്റ്ററി പലതരത്തിലും എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ മാത്രം ഹ്യൂമൻ ഹിസ്റ്ററി ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു രീതിയെ അതങ്ങനെ വെച്ചിട്ട് ഇവിടെ മനുഷ്യൻ ഇങ്ങനെ വന്നത് ഇങ്ങനെ ഇന്നതാണ് കാരണം, ഇന്നതിൻ്റെ കാരണം ഇന്നതൊക്കെയാണ് എന്ന് പറയുന്നൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. അപ്പോൾ ആ അവതരിപ്പിക്കുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ മാത്രമല്ല ഹ്യൂമൻ ഹിസ്റ്ററി പറയപ്പെട്ടിട്ടുള്ളത്. ചില സാധനങ്ങൾ ഇവിടെ എടുക്കുന്നില്ല പലരും, ചില സാധനങ്ങൾ ചിലർ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അത് പോകുന്നത്, അല്ലാതെ ഇതിനൊരു കൃത്യമായ രൂപരേഖയൊന്നും ഇല്ല. ആക്ച്വലി ഒരു കൺക്ലൂഷൻ പറയട്ടെ, പുറയിലോട്ട് നോക്കാതിരുന്ന മൊത്തം പ്രശ്നം തീരും. ഇപ്പം ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഈ മുന്നോട്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നടത്താൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. പുറയിലോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നല്ലപോലെ ചെയ്യാൻ പറ്റും, അതങ്ങ് ചെയ്താൽ പോരെ. അല്ല എന്തിനാ ഈ ആവശ്യമില്ലാതെ അന്നാണോ ഇന്നാണോ അന്ന് അങ്ങനെ നടന്നതാണ്, അന്ന് ഞങ്ങൾ ഇങ്ങനെയാണ്, അപ്പുറത്തിട്ട് വേറെയാണ്, ഇതിൻ്റെ ആവശ്യമില്ല. അതങ്ങ് നിർത്തുക, കട്ട്.